ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. രേവതിയും അതുപോലെ തന്നെ വിമലയും ആദ്യം കൂടി ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് നാളെ കണ്ണിന്റെ കെട്ടുകൂരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് എല്ലാവരും പഴയതുപോലെ തന്നെ കാണാം, നിനക്ക് അമ്മമ്മയെ കാണാം, ആന്റിയെ കാണാം, നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാം എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും എനിക്ക് എന്റെ അമ്മയും കാണാല്ലേ എന്നുള്ള കാര്യം ആദ്യയുടെ വായിൽ നിന്ന് വീണുപോടെ. അപ്പോഴേക്ക് ശ്രുതിക്കും അതുപോലെ തന്നെ വിമലയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. വിമല അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും അവന്റെ അമ്മയെ ഓർമ്മ വന്നു എന്നല്ലേ തോന്നുന്നെന്ന് രേവതി ചോദിക്കുന്നുണ്ടേ. അതെ, അവന്റെ അമ്മയുടെ ഫോട്ടോ കാണണം എന്നുള്ള കാര്യം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവാണ് ആദി, ഞങ്ങൾക്ക് അച്ഛനില്ലാത്തതാണ്, അതിന്റെ വിഷമം എന്തോരുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതേസമയം ആദിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, പാവം അവൻ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടേ. ആന്റിയുടെ മകള് അങ്ങ് ദുബായിലാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അവളുടെ അടുത്ത് വരാൻ വേണ്ടി പറയും. ഈ അവസ്ഥയിൽ അവള് നിങ്ങളുടെ കൂടെയല്ലേ ഉണ്ടാവേണ്ടത്, അതുകൊണ്ട് ആന്റി ഒരു കാര്യം ചെയ്യൂ, അവളെ ഫോണിൽ വിളിക്കൂ, ഞാൻ സംസാരിക്കാം എന്ന് പറയാണേ. അപ്പോഴേക്കും മാറി നിന്നിട്ട് ശ്രുതി ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ശ്രുതി അവിടുന്ന് ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇല്ല, അവളിപ്പോ തിരക്കായിരിക്കും, ജോലി തിരക്കിലായിരിക്കും എന്ന് പറയും. ആന്റി അതിന് മാത്രം എന്ത് തിരക്കാണുള്ളത്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തനിയല്ലേ ഉള്ളൂ, അവൾക്ക് ഇവിടെ വന്ന് നിന്നൂടെ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി കയറി വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ആദ്യം, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീകാന്ത് അങ്ങ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. വർഷ അവിടെ തന്നെ ഉണ്ട്. തുടർന്ന് രേവതിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ആന്റി ഒരു കാര്യം ചെയ്യൂ, ഫോൺ ചെയ്യൂ, ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാം. ഇല്ല രേവതി, കുഴപ്പമില്ല, ഞാൻ അതെങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്തോളാം എന്നുള്ള കാര്യം വിമല പറയുന്നുണ്ട്. ആന്റിക്ക് തീരെ വയ്യാത്തതല്ലേ, അങ്ങനെയാണെങ്കിൽ ആന്റി ഒരു കാര്യം ചെയ്യൂ, ഒരാഴ്ചയും കൂടി ഇവിടെ നിന്നോളൂ എന്നുള്ള കാര്യം പറയുകയാണേ. അങ്ങനെ ഈ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഡിവൈഡ് ചെയ്ത് പോകണം. രേവതി അവിടുന്ന് പറഞ്ഞു വിടുന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ട് ടേബിളിനകത്ത് ഒരു പാത്രത്തിനകത്ത് പാല് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നൈസായിട്ട് നമ്മുടെ ശ്രുതി മനഃപൂർവ്വം തട്ടിങ്ങണ്ട് തള്ളിയിടുകയാണ്. ആ തള്ളിയിടുന്ന രംഗം ഉണ്ടല്ലോ നമ്മുടെ ശ്രീകാന്ത് റൂമിൽ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നോക്കുമ്പോഴേക്കും അയ്യോ അറിയാതെ വീണു പോയതാ എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ആണെങ്കിൽ ചെന്നിട്ട് കുഴപ്പമില്ല, ഞാൻ ക്ലീൻ ചെയ്തോളാം, ശ്രുതി പൊക്കോളൂ എന്ന് പറയണം. അങ്ങനെ രേവതി അത് ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്. ശ്രുതി അവിടെ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, ശ്രുതി ചേച്ചി ഓക്കെ അല്ലേ എന്നുള്ള കാര്യം. ആ വർഷം ഞാൻ ഓക്കെ ആണ്, ശരി എന്ന് പറഞ്ഞ് വർഷ നേരെ റൂമിലേക്ക് പോവാണ്. വിമലയും അതുപോലെ ആദ്യം കൂടി ശ്രുതിയുടെ റൂമിലേക്കും പോകുന്നുണ്ട്. തുടർന്ന് വർഷ റൂമിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നെക്സ്റ്റ് വീക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ശ്രീകാന്തിന്റെ നേരത്തെ പറഞ്ഞത് വരില്ല എന്ന് പറഞ്ഞ് ഒഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശ്രീകാന്ത് ഇതൊന്നും കേൾക്കുന്നില്ല, എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ശ്രീകാന്ത്, നീ എന്താ ഒന്നും പറയാത്തത്, നീ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കാതെ അതിന് മാത്രം എന്ത് ചിന്തയിലായിരുന്നു നീ എന്ന് ചോദിക്കുമ്പോൾ നീ പുറത്ത് നടന്ന സംഭവം കണ്ടോന്ന് വെച്ചുള്ള കാര്യം ചോദിക്കുകയാണെ. പുറത്ത് എല്ലാവരും നടന്നുകൊണ്ടിരിക്കല്ലേ, അതല്ല ഞാൻ പറഞ്ഞത്, പുറത്ത് ശ്രുതി ചേച്ചി മനഃപൂർവ്വം ആ പാൽപാത്രം തട്ടിയിട്ടതാ എന്നുള്ള കാര്യം പറയുന്നുണ്ടേ. അവർക്കെന്തോ ആ അമ്മമ്മയും അതുപോലെ കൊച്ചുമോനും അവിടെ നിൽക്കുന്നത് വലിയ താല്പര്യമില്ല എന്നുള്ള കാര്യം തോന്നുന്നു. അതെന്താ ശ്രീകാന്ത് നീ അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ആന്റിയും അതുപോലെ രേവതി ചേച്ചിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ നിന്നും വീണു പോയതല്ല ശ്രുതിയുടെ, മനഃപൂർവ്വം അവിടെ തട്ടിയിട്ടത് ഞാൻ കണ്ടോ എന്ന് പറയാണേ. അതിന് അവർ രണ്ടുപേരും നിൽക്കുന്നതിൽ ശ്രുതി ചേച്ചിക്ക് എന്താ കുഴപ്പം എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ അവരുടെ റൂമിലാണല്ലോ അവർ കിടക്കുന്നത്. ഒരുപക്ഷെ അവരുടെ റൂം പോയത് കൊണ്ട് ചിലപ്പോൾ ശ്രുതി ചേച്ചി ദേഷ്യത്തിലായിരിക്കും. അയ്യോ, ഈ വീട്ടിലെ റൂമിന്റെ പ്രശ്നം ഇനി എന്താ തീരാത്തത്, സാധാരണ സുധിയേട്ടനാണ് വീട്ടിലെ റൂമിന്റെ പ്രശ്നം ഉണ്ടാക്കാറ്, എന്നാൽ ശ്രുതി ചേച്ചിയും ഇങ്ങനെ ആവുന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും അതിനെക്കുറിച്ച് ചോദിച്ചാൽ പോരെ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ എന്തിനെ കുറിച്ച്, എന്താണ് അവർക്ക് റൂമിന്റെ പ്രശ്നം ഉണ്ടായെന്നും അതുപോലെ തന്നെ അവരവിടെ നിൽക്കുന്നതിനോട് താല്പര്യമില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അയ്യോ വർഷ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ വർഷ നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. വർഷ നേരെ ചെന്നിട്ട് ശ്രുതി ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. പറ വർഷേ, ചേച്ചിക്ക് ആ ആന്റിയും അതുപോലെ തന്നെ ആ കൊച്ചു ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലേ, അതെന്താ വർഷം നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ചേച്ചിയുടെ ആക്ടിവിറ്റീസിലൊക്കെ ചെറിയൊരു ചേഞ്ച് കണ്ടു, അതുകൊണ്ടാണ്. അത് അല്ല ഞാനെന്നൊക്കെ പറഞ്ഞ് ശ്രുതി തുടങ്ങുമ്പോഴേക്കും ചേച്ചിക്ക് പറ്റില്ല, ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കാര്യം പറഞ്ഞോളൂ, എനിക്ക് മനസ്സിലാകും. അല്ല, അവർ രണ്ടുപേരും നിങ്ങളുടെ റൂമിലല്ലേ കിടക്കുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡിന് റൂമില്ലാതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. സംടൈംസ് സുധിയേട്ടന് നിങ്ങളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് റൂമിനാണ്. ഇപ്പൊ നിങ്ങളുടെ റൂമിൽ വേറെ ആൾക്കാരല്ലേ കിടക്കുന്നത്, അവര് ഒരുപാട് നാൾ നിൽക്കും എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലേ. അങ്ങനെയൊന്നും ഇല്ല എന്ന് ശ്രുതി പറയുമ്പോൾ നമ്മൾ ഫോഴ്സ് ആയിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും ഇല്ല. ശ്രുതി ചേച്ചിക്ക് അവരിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുകയാണേ. അവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വേഗം പോയില്ലേ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വർഷം പോകുമ്പോഴേക്കും നിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് സച്ചിൻ രേവതിയല്ലേ, ഇപ്പൊ നമ്മൾ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ എല്ലാവർക്കും റൈറ്റ്സ് ഇല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അവർ നിൽക്കുന്നത് അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ രേവതി ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരും. എന്തായാലും അവർ നാളെ പോയില്ലേ, ഒരു ദിവസമല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഉറപ്പാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ വർഷേ, എന്തായാലും നീ ഒന്നിനെ കുറിച്ച് സംസാരിക്കണ്ട,
അല്ല നീ എന്താ പെട്ടെന്ന് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ള കാര്യം ചോദിച്ചപ്പോ ഒന്നുമില്ല ചേച്ചി പാലിന്റെ പാത്രം ഫോഴ്സ് ആയിട്ട് മനഃപൂർവ്വം തള്ളിയിട്ടാ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിച്ചെന്നുള്ള കാര്യം പറയുമ്പോൾ ഒന്നുമില്ല ചേച്ചി പാൽപാത്രം മനഃപൂർവ്വം തള്ളിയിട്ടതാന്നുള്ള കാര്യം ശ്രീകാന്ത് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ എന്തോ പോലെ ആവുന്നുണ്ടേ. ഇല്ല ചിലപ്പോൾ ശ്രീകാന്തിന് അങ്ങനെ തോന്നിയതായതാവും, പക്ഷേ അത് മനഃപൂർവ്വം വീണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഉരുണ്ട് കളിക്കുന്നുണ്ട്. എന്തായാലും കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വർഷം ഉള്ളിലേക്ക് കയറി പോകുന്നത്. ഞാൻ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ഇരിക്കണമായിരുന്നു എന്നുള്ള കാര്യം ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ശ്രുതി അടുപ്പിൽ പാല് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാലിന്റെ കാര്യം വന്ന് പറയുന്നത്. അത് അറിയാതെ വീണതാന്നുള്ള കാര്യം ശ്രുതി വീണ്ടും പറയുന്ന സമയത്ത് അതെനിക്കറിയാം, ഞാൻ ഗ്യാസിൽ പാല് വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളച്ച് ചിന്താതെ നോക്കിക്കോണം, ഞാൻ തുണി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവാണേ. ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ശ്രുതി. അങ്ങനെ ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നത്. അല്ല നീയും വർഷയും തമ്മിൽ എന്തായിരുന്നു പറഞ്ഞത്, അവരെവിടുന്ന് പറഞ്ഞു വിടണം എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നല്ലോ. ഒളിഞ്ഞു കേൾക്കുമായിരുന്നല്ലേ. നടു ഹോളിൽ നിങ്ങളുടെ സംസാരിച്ചു കഴിഞ്ഞാൽ ആരും കേൾക്കും, അതിന് ഒളിഞ്ഞു നിന്ന് കേൾക്കുക എന്നുള്ള കാര്യം പറയില്ല. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ നിന്റെ പണി നോക്കുക എന്നുള്ള കാര്യം ശ്രുതി സച്ചിയുടെ അടുത്ത് പറയുമ്പോ ആയിക്കോട്ടെ, ഇന്ന് രാവിലെ മുതൽ നിനക്ക് മൊത്തത്തിലൊരു മാറ്റമുണ്ട്. നീ തന്നെ അവർക്ക് റൂം കൊടുക്കുന്നു, ആ പയ്യന് നീ വാരി കൊടുക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ചെറിയൊരു സംശയം എന്ന് പറയുന്നുണ്ട്. എന്ത് സംശയം എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യം പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങ് പോവാണേ. അയ്യോ ഇവന് സംശയം വരുന്നുണ്ടല്ലോ, എന്തെങ്കിലും കണ്ടുപിടിച്ച് കാണുമോ എന്നുള്ള ടെൻഷനിൽ അവിടെ ഇങ്ങനെ ഇരിക്കുവാണേ. അത് കഴിഞ്ഞ് രാത്രിയിൽ ചന്ദ്രയും അതുപോലെ തന്നെ രവിയും കൂടി അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരുവാണേ. ചന്ദ്രമതിയെ ഓട്ടോ ഇറക്കി വിട്ടതിന് ശേഷം ഞാൻ പോയിട്ട് വരാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് രവി. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ രാവിലെ തന്നെ അശോകന്റെ അടുത്ത് വരാം എന്നുള്ള കാര്യം പറഞ്ഞതാണ്. അപ്പോഴാണ് നീ അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞത്. എന്തായാലും ഞാൻ രാത്രി തന്നെ അവനെ പോയി കണ്ടിട്ട് വരാം, പിന്നെ പ്രസാദവും കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നാളെ പോയി കണ്ടാ പോരെ, ഈ രാത്രി തന്നെ പോണോ എന്നുള്ള കാര്യം ചന്ദ്ര വീണ്ടും ചോദിക്കുമ്പോൾ രാവിലെ നീ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ നിന്റെ കൂടെ വന്നില്ലേ, അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇറക്കിയ ആ ഓട്ടോ തന്നെ രവി അശോകനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ചന്ദ്ര തിരിച്ചു വരുന്ന സമയത്ത് ആദ്യമാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ ഒരു ചെയർ ഉണ്ട് പഴയത്, അതിൽ ചന്ദ്ര മാത്രമേ ഇരിക്കുള്ളൂ കേട്ടോ. അതിനകത്ത് കയറി ഇരുന്ന് ഇങ്ങനെ ആടുവാണ്. അവനവിടെ ഇരിക്കുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ അടുത്ത് എന്താ ശ്രുതി ഇത്, ഇനിയും ഇവറ്റിങ്ങളൊന്നും പോയില്ലേ? ഇല്ല ആന്റി അത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി തുടങ്ങുമ്പോഴേക്കും ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ മെനക്കെട്ട് അത്രയും ദൂരം പോയിട്ട് വന്നത്, നീ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ, എന്താ പുറത്താക്കാണ്ടിരുന്നത് ഇറ്റിയാളെ? ഞാൻ പുറത്താക്കണം തന്നെയാണ് ആന്റി വിചാരിച്ചത്, പക്ഷെ അപ്പോഴേക്കും സച്ചി വന്നു, അതുകൊണ്ട് പറ്റിയില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ചീത്ത പറഞ്ഞിട്ട് രണ്ടെണ്ണത്തിന് ഇവിടുന്ന് ഓടിച്ചു വിടണം എന്നുള്ള കാര്യം. അപ്പോഴേക്കും നിന്റെ ഒരു ഐഡിയ കണ്ടില്ലേ, അവൻ എന്റെ ചെയറിൽ ഇരുന്നിട്ട് സുഖമായിട്ട് കിടന്ന് ആടുന്നത്. ഇതുവരെ ഞാനല്ലാതെ ആ ചെയറിൽ മറ്റാരും ഇരുന്നിട്ടില്ല. അവന്റെ ആട്ടം കണ്ടില്ലേ? എഴുന്നേക്കടാ എഴുന്നേക്കടാ, എഴുന്നേക്കടാ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ കുട്ടിയാണെങ്കിൽ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അയ്യോ ആന്റി പാവൻ ചെറിയ പയ്യനല്ലേ എന്നുള്ള കാര്യം ശ്രുതി വയ്ക്കുമ്പോ എന്ത് ചെറിയ പയ്യന്ന്, ഈ ചെറിയ പ്രായത്തിൽ അവൻ സൂഹിക്കാൻ വേണ്ടി നടക്കുന്നത് കണ്ടില്ലേ? നിനക്ക് കണ്ണല്ലേ കാണാൻ വേണ്ടി പറ്റുള്ളാത്തെന്നുള്ള കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ നിന്റെ കാതും കേൾക്കുന്നില്ലേ? അത് കേൾക്കുമ്പോ ആദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാന്ന്. നിന്റെ അമ്മുമ്മ ഇറങ്ങടാ എന്ന് പറഞ്ഞിട്ട് ആ ഇരിക്കുന്ന കസേരയിൽ ആ കുട്ടീനെ പിടിച്ച് പാലിച്ച് താഴേക്ക് ഇടുവാണേ. അത് കണ്ടിട്ട് ശ്രുതിക്ക് ആകെ സങ്കടാവുന്നുണ്ട്. അപ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ അമ്മാമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഊരും പേരും தெரியாത്ത ഒരുപാട് ആൾക്കാര് എന്റെ വീട്ടിൽ കയറി വന്നിട്ട് അധികാരം കാണിക്കുവാണ്. ഈ പ്രായത്തില് അവനിരുന്ന് ആടുന്നത് കണ്ടില്ലേ? അല്ലെങ്കിലും അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് എങ്ങനെ പെരുമാറേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. വളർത്തി വെച്ചിരിക്കുന്ന ലക്ഷണം അങ്ങനെയാണെന്നൊക്കെ പറയണേ. അപ്പോഴേക്കും വിപുല ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതാണ് നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടിയെ വളർത്തിയ ലക്ഷണം? അവൻ സുഖമായിട്ട് എന്റെ കസേരയിരുന്ന് ആടുന്നത് കണ്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അവൻ ചെറിയ പയ്യനല്ലേ, അറിയാതെ എന്തോ ചെയ്തെന്നുള്ള കാര്യം പറയുമ്പോൾ ആര് ഇവനാണോ ചെറിയ പയ്യൻ? ഇത്രയും വളർന്നില്ലേ, അവനാണോ ചെറിയ പയ്യൻ എന്ന് നിങ്ങൾ പറയുന്നത്? ഇവനല്ലെങ്കിലും ഒറ്റയ്ക്ക് കയറി ഇരുന്നൊന്നായിരിക്കില്ല, ആ രേവതി പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് രേവതി ആന്റി ഒന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യം. കണ്ടില്ലേ അവന്റെ നാക്ക്, ഈ പ്രായത്തിലും അവൻ ഇത്രയും നാക്കാണ്. അപ്പോഴാണ് രേവതി തുണിയൊക്കെ എടുത്തിട്ട് താഴേക്ക് വരുന്നത്. എന്താ ഇവിടെ ശബ്ദം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും കണ്ടില്ലേ അവൻ സുഖത്തിന് വേണ്ടിയിട്ട് എന്റെ കസേരയിരുന്ന് ആട് എന്നുള്ള കാര്യം പറയുമ്പോൾ അവൻ ചെറിയ പയ്യനല്ലേ അമ്മ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. പിന്നെ ചെറിയ പയ്യൻ, അവൻ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും സുഖമാണ് ആഗ്രഹിക്കുന്നത്. നീ കൊണ്ടുവരുന്ന എല്ലാം ഇങ്ങനെ എന്താടി നിന്നെ പോലെ തന്നെയാണല്ലോ. അല്ലെങ്കിലും ഈ അച്ഛമ്മമാരുടെ അതുപോലെ അമ്മൂമ്മമാരുടെ ഒക്കെ കൂടെ കഴിയുന്ന പിള്ളേര് ഇങ്ങനെ തന്നെയാണ്. സ്വന്തം അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കാര്യങ്ങളെല്ലാം നല്ലപോലെ പറഞ്ഞു വളർത്തിയെന്നെ. അല്ലാതെ ഇങ്ങനെ അമ്മമാരുടെ കൂടെയൊക്കെ വളർന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ. തുടർന്ന് രേവതി വെക്കുന്നുണ്ടോ, അമ്മേ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്?
ഒരു കുഞ്ഞു മോനെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നത്? ആ പയ്യന്റെ സ്വന്തം അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ വെറുതെ ഇരിക്കില്ലായിരുന്നു. അത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുവാണ് ഇവിടെ ചന്ദ്ര. ശ്രുതിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ ശ്രുതിയാണ് ആദിയുടെ അമ്മ എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ശ്രുതി ചന്ദ്രമതിയുടെ കാരണം അടിച്ച് പൊട്ടിച്ചേനെ. കാരണം അമ്മാതിരി വർത്താനാണല്ലോ ചന്ദ്രമതി മോനെ കുറിച്ച് പറയുന്നത്. അത് മാത്രമല്ല ഇരിക്കുന്ന സമയത്ത് കസേരയിൽ നിന്ന് വലിച്ച് താഴേക്ക് ഇടുകയാണ് ചെയ്തത്. അതൊന്നും കണ്ടിട്ട് ഒരിക്കലും ഒരമ്മയ്ക്ക് സഹിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അതിനെക്കുറിച്ചാണ് നമ്മുടെ രേവതി പറഞ്ഞത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്